ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് എപ്പോഴത്തേക്കും ഒരു സാറ്റർഡേ മിനി വ്ളോഗാണ്. നമ്മളിന്നും കൊഴിഞ്ഞാമ്പാറയ്ക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേര സമയത്ത് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല മഴ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും ആദ്യം ഹോസ്പിറ്റലിലെത്തി കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം എത്തിയിട്ട് പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാനും കുറച്ച് നേരം പോയിരുന്നു. പിന്നെ അങ്ങനെ ഡോക്ടർ വിളിച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം എനിക്ക് ഒരു ബ്ലഡ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ പോയി. ആക്ച്വലി ആ ചേച്ചി കുത്തുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വേദന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്തൊരവസ്ഥ. എടുത്തപ്പോൾ ശരിയായൊരവസ്ഥ. ഇത് ജസ്റ്റ് ഞാനൊന്ന് ആക്ടിങ് ചെയ്യുകയാണോ ഒരു എക്സ്പ്രഷൻ ഇടുകയാണെന്ന് പോലും എനിക്കറിയില്ല. അതിനുശേഷം ഞങ്ങൾ കണ്ണട ഫ്രെയിം ചെക്ക് ചെയ്യാൻ പോയി. ഫ്രെയിമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ചായ കുടിക്കണം എന്നുള്ള ഒരു മോഹം കൊണ്ട് പുതിയതായിട്ടൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അവിടെ പോയി, പക്ഷേ അവിടെ ചായ ഇല്ല. അതിന് ശേഷം ഞങ്ങൾ ജ്യൂസും പിന്നെ നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് അങ്ങനത്തെ എന്തോ സാധനവും അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നോക്കുന്ന സമയത്ത് നല്ല മഴ കഴിച്ചു, നല്ല മഴ. അപ്പോൾ നല്ല മഴയും ചൂട് ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു വൈബ് ഇതിന് വേറെ. അങ്ങനെ മഴയൊക്കെ നിന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരു കടയിൽ കയറി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പാല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ അതും വാങ്ങിച്ചിട്ട് രണ്ടുപേരും കൂടി പാട്ടൊക്കെ പാടിയിട്ട് മഴയൊക്കെ എൻജോയ് ചെയ്തിട്ട് രണ്ടും നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും നല്ല വൈബ് അടിക്കുന്നതുകൊണ്ട് ഭയങ്കര കാര്യമായതുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അപ്പോൾ വീടെത്തിയപ്പോൾ അമ്മേമ്മ അവരെല്ലാവരും കൂടി ഞങ്ങളെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ പോയിട്ടൊന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൾ തുടങ്ങി ഗൈസ് ഈ ഫോണില്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഫോൺ വേണം. ഫോണില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വിളിക്കണം, നമുക്കൊന്നും ആരും ഇല്ലേ ഗൈസ് വിളിക്കുക. അതിനുശേഷം ഞങ്ങൾ വന്നൊരു മൂവി ഡൗൺലോഡ് ചെയ്തു. പിന്നെ അവളുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു ഗൈസ്. ആ ഡയറി ഞാൻ വായിച്ചു നോക്കി. അതെൻ്റെ കയ്യിൽ എന്താ പറയുന്നത് അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അപ്പം ഞാനത് വായിച്ച് നോക്കി. കുറേ സംഭവങ്ങളൊക്കെ എഴുതി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നല്ലൊരു മൂവി ഉണ്ടായിരുന്നു. ആ മൂവി കണ്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.